പ്രശ്നങ്ങൾ നോക്കുന്ന ജ്യോതിഷനോ അതേപോലെ തന്നെ പരിഹാരം ചെയ്യുന്ന കർമ്മികൾക്കോ അറിയാം ബാധകൾ വന്നു കഴിഞ്ഞാൽ, ശത്രുബാധകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അതിലുപരി അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇവരിൽ കൂടുതൽ കാര്യങ്ങൾ അനുഭവമായിരിക്കും. അദ്ദേഹത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ദോഷങ്ങൾ അനുഭവിക്കുമ്പോൾ അത് പലതരത്തിലായിരിക്കാം. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധത്തിലുള്ള ഛിദ്രങ്ങൾ, ഭാര്യ ഭർത്താവും ഒക്കെ ആയിട്ടുള്ളതായ പിരിയൽ, വേർപിരിയൽ, പിന്നെ മക്കളും അച്ഛനും തമ്മിൽ അല്ലെങ്കിൽ അമ്മയും തമ്മിലുള്ള അകൽച്ചകൾ, വീട് കൈവിട്ടു പോവുക, അല്ലെങ്കിൽ രോഗങ്ങൾ, നിത്യതലവേദന, ശരീരം ഇനക്കാനായിട്ട് കഴിയില്ല, അതേപോലെ തന്നെ വാദം പോലെ, വാദരോഗം പോലെ, അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾക്കായിട്ട് ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തിക്ക് അവർക്ക് ഓർമ്മയില്ല, ആകെ പിച്ചും വിളിച്ച് പറയുക, എന്തൊക്കെയോ വിളിച്ച് പറയുക. അവനെ ഡോക്ടറെ കാണിച്ചിട്ട് നോക്കുമ്പോൾ ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല, ഗ്ലൂക്കോസൊക്കെ കയറ്റി ട്രിപ്പുകളൊക്കെ കൊടുത്തു, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നീട് നോക്കുമ്പോൾ ആൾക്ക് വീണ്ടും ഓർമ്മയില്ല, ശരീരം തളർന്നു, BP കൂടിയ പോലെ. നോക്കുമ്പോൾ BP-യുടെ പ്രശ്നമില്ല, ഷുഗറിൻ്റെ പ്രശ്നമില്ല, കൊളസ്ട്രോൾ ഒന്നുമില്ല. ആൾക്ക് ചെക്ക് ചെയ്തു, അതേപോലെ തന്നെ സ്കാനിങ് ചെയ്തു. BP കൂടിയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായത് കൊണ്ടാണോ അവർക്കിങ്ങനെ ഈ ബോധം കിട്ടുക, അല്ലെങ്കിൽ ഓർമ്മയില്ലാണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അതിനെയും സ്കാനിങ് നടത്തി, അതിലും പ്രശ്നമില്ല. ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞു ഇനി സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു ആഴ്ച 2 ആഴ്ചയായി. അവരാണെങ്കിൽ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഡോക്ടർമാരെ കാണിച്ചു, പിന്നെ ഇതേപോലെ ജ്യോത്സ്യന്മാരൊക്കെ കാണിച്ചു. അങ്ങനെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് സുഹൃത്തുക്കൾ മുഖാന്തരം വന്നത്. അവർക്ക് തന്നെ അറിയാം, പക്ഷെ വന്നില്ല, എന്താ ചെയ്യാം. അപ്പോൾ നമ്മളെങ്ങോട്ടും നല്ലതാണ് വേറെ, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ മറ്റേ പല ആളുകളും നോക്കി നടക്കുന്ന സമയത്താണ് ഇവർക്കാണെങ്കിൽ രാത്രി ഉറക്കില്ല, എന്തൊക്കെയോ വിളിച്ച് പറയും, പരസ്പര ബന്ധമില്ലാത്ത, അതും വായനോട് തിരിയില്ല. അത് അവിടെ നോക്കുക, ആരോ വന്നിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആരും വിളി കേട്ട പോലെ, അങ്ങനെ അത്തരത്തിൽ. അപ്പം വീട്ടുകാർക്ക് വെറുപ്പായി, മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് അവർ കഴിക്കുകയൊക്കെ ചെയ്യാം. അവർ വയസ്സൊരാളാണ് എങ്കിലും അങ്ങനെയാണൊരു ഇതുകൊണ്ട് അല്ല അവർ കാണിക്കുന്നത്. അത്രയും വെറുപ്പായിന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഈ പറഞ്ഞു വന്നത് ശത്രുബാധാ ദോഷങ്ങൾ, അതിലുപരി പ്രേത ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അനുഭവം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായ കാണാൻ നല്ല രസം എന്ന് പറയുന്ന പോലെ അവരെ സ്വന്തം മക്കൾക്കോ ഭർത്താവിൻ്റെ കുടുംബത്തിനോ അവർക്ക് വേദനയായിരിക്കും ഈ അമ്മയുടെ അവസ്ഥ. പക്ഷെ കാണുന്ന ആൾക്ക് അതൊരു ചേലാണ് അവർക്ക്. അങ്ങനെ കർമ്മികളും. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കർമ്മങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കർമ്മികൾ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ എല്ലാവരും പറയുന്നില്ല, അലസത കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മറ്റുള്ളതായ ഇതേപോലെ തന്നെ മടമ്പി സ്ഥലങ്ങളിലൊക്കെ പോയത്. അവിടെയൊക്കെ പോയിട്ട് ശരിയാവുകയാണെങ്കിലോ, ശരിയാവുകയാണെങ്കിൽ നല്ല ശരിയാവും. അപ്പം നമ്മളെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, നമ്മുടെ അവിടേക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ പോയത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായ അവസ്ഥേനെ അവർക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം ഇവിടെ വന്ന് നമ്മൾ നോക്കി അറിഞ്ഞു. ശക്തമായിരിക്കുന്നതായ ചാത്തൻ, അതേപോലെ തന്നെ ഇവിടെ എന്താണ് ചൊവ്വയുണ്ട്, ചൊവ്വയുടെ ദോഷങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് മൂർത്തികളുടെ ദോഷങ്ങളുണ്ട്. അതിലുപരി പ്രേതത്തിൻ്റെ ഉണ്ട്, ഒരു ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാവിൻ്റെയും. ഇതിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കർമ്മമായിട്ട് വന്നില്ല. ആളെന്തോ ചെയ്തു, അദ്ദേഹം മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ, അല്ലെങ്കിൽ ഒരു കർമ്മിയാണെന്ന് അറിയാനോ, അല്ലെങ്കിൽ കർമ്മിയിൽ കൂടി ചിലപ്പോൾ അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ, അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ അതേപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കും ഉപജീവനം. അപ്പം ഒന്നുകിൽ ഇത്രയും വലിയ കേസ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് മാറും എന്നുള്ള അന്ധമായിട്ടുള്ള വിശ്വാസം കൊണ്ടോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം കൊണ്ടൊക്കെ ആയിരിക്കാം. ബോധ്യം എന്ന് പറയാൻ പറ്റില്ല. ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആളിത് ചെയ്യില്ല. അങ്ങനെ കർമ്മം ചെയ്തിട്ട് ഇതിൻ്റെ സ്ഥലത്ത് കൊണ്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്ക് സമാധാനം ഇല്ലാണ്ട്. അപ്പോൾ
അദ്ദേഹം ഇവർ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു 7 ദിവസം കഴിഞ്ഞാലാണ് സുഖാവുള്ളൂ എന്ന് പറഞ്ഞു. 7 ദിവസം വരെ ഇയാൾ ഇരിക്കണ്ടേ? ഇത്രയും ദിവസം ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതന്നെ ഇപ്പോഴും ചെയ്യണത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, ഇത്തരം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കുന്ന ജ്യോത്സ്യന്മാർ ഒക്കെ നല്ല കഴിവുള്ള ജ്യോത്സ്യന്മാരുണ്ട്, നല്ല അറിവുള്ള ജ്യോത്സ്യന്മാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചിലർ അലസമായിട്ട് വിടാനുള്ള സാധ്യതകളുണ്ട്, അവിടെ തന്നെ പഴയ്ക്കുക. അല്ലെങ്കിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ചില ഈ മൂർത്തികളുടെ നമ്മളെ പഠിപ്പ് മാത്രം പോരല്ലോ, പഠിപ്പ് മാത്രം കൊണ്ട് ചിലപ്പോൾ ആയെന്ന് വരില്ല. ധർമ്മദൈവാദികളുടെയും സമ്പ്രദായത്തിൻ്റെയും ഗുരുമുത്തച്ഛന്മാരുടെയും ഉപാസിക്കുന്നതായ മൂർത്തികളെയും കൃത്യമായിട്ടുള്ള പിൻബലം ശക്തി ഉണ്ടെങ്കിൽ വരുന്ന ആളുടെ എന്താണ് വരുന്ന ആളുടെ പ്രശ്നങ്ങൾ, എന്താണ് ഇത്ര കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് അല്ലെങ്കിൽ വിട്ടുമാറാത്ത നിൽക്കാനുള്ള കാരണം, അത് എന്താണ് അത് നമുക്ക് കാണിച്ചു തന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കണം, പ്രശ്നചിന്തയായിരിക്കണം. അപ്പോൾ നല്ല രൂപത്തിൽ പ്രശ്നം നോക്കുന്ന ആളുകൾക്ക് പ്രാശനികന് അത് പ്രശ്നമല്ല, ജ്യോത്സ്യന് അത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അലസമായിട്ട് വിടുന്ന എന്തെങ്കിലും ഒന്ന് തട്ടി വിടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വശകാണ്, അത് പാടില്ല. എന്താണ് ബാധ ഉണ്ടോ, അത് ആരോടൊക്കെ ബാധ, അതേപോലെ പ്രേതദുരിതമുണ്ടോ, സർപ്പദോഷമുണ്ടോ, അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇന്നമാതിരി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൃഷ്ടുപ്പ് അല്ലെങ്കിൽ അഘോര അല്ലെങ്കിൽ സുദർശനം ഇത്ര ഒരു ചെയ്തു കഴിഞ്ഞാൽ അത് ബാധാദോഷങ്ങൾ വിട്ടു പോവോ, ആവാഹിച്ചു കഴിഞ്ഞാൽ മാറുമോ, അല്ലെങ്കിൽ സുദർശനം യമരാജ പ്രത്യങ്കര ഇതൊക്കെ ഇട്ടിട്ട് ആവാഹിച്ചു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ വിട്ടുമാറുമോ എന്നും നോക്കുക. ഇനിയിപ്പോൾ നോക്കണ ആള് ചാർത്ത് കൊടുത്തഴിക്കുകയാണെങ്കിൽ നോക്കണ ആള് കുഴപ്പമില്ല, ഇന്നമാതിരി ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്ന് നോക്കുക. അതിലുപരി ഒരു കർമ്മിയുണ്ട് വെച്ചെങ്കിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലവരൊക്കെ അങ്ങനെ ചെയ്യും. ഞാൻ ഒരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇത് ഒഴിവാക്കാനായിട്ട് ഒഴിവ് കാണാന്ന് പറയും, ഇന്നയാൾക്ക് ഒഴിവ് കാണാം. അപ്പം അവർ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഈ ജ്യോത്സ്യൻ നോക്കുന്നു, ഹരിശ്രീ ഗണപതായേ നമ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന നാമധേയമായ ആ കർമ്മി ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവുമെങ്കിൽ വ്യാഴം പ്രസാദിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ മതി. അപ്പം അദ്ദേഹത്തിന് എഴുതി കൊടുക്കണം ഇന്ന കർമ്മങ്ങൾ ഇന്നമാതിരി ആവാഹിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആ റൂട്ട് കൂടെ പോകണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് കൃത്യമല്ല എങ്കിൽ അത് അവിടെ കർമ്മങ്ങൾ ചെയ്യലേണ്ടാവുള്ളൂ, വിട്ടുമാറില്ല. അത് തന്നെയല്ല ചെയ്യുന്ന കർമ്മിക്കും ഇതേപോലുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അവിടെ സാധിക്കണം. കാരണം അങ്ങനെ ഒഴിവ് നോക്കിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒഴിവ് നോക്കിയില്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ആവാഹിക്കുന്ന സമയമായി കഴിഞ്ഞാൽ അതിനൊരു ജ്യോത്സ്യനെ കൊണ്ടുവരിക. സാധാരണക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. നല്ല കർമ്മങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കർമ്മി അവിടെ ഇരിക്കുള്ളൂ, കർമ്മി ആവാഹന കർമ്മത്തിൽ ഇരിക്കുള്ളൂ. വേറെ അതിന് ഒഴിവ് നോക്കാനായിട്ട് ഒഴിഞ്ഞില്ലേ എന്നുള്ള ആ ഒഴിവ് നോക്കുന്നതിനായിട്ട് ഒരു ജ്യോത്സ്യനെ കൊണ്ടുവരുന്നുണ്ട്. പൈസ പൊക്കോട്ടെ അദ്ദേഹത്തിനെ കൊണ്ടുവരിക. അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് ഓരോ ബാധാദോഷങ്ങൾ മൂർത്തികളെ ആവാഹിക്കുമ്പോൾ ഇന്നത് ഒഴിഞ്ഞിട്ടില്ലേ എന്നുള്ളത് ആ ഗുരുനാഥനെ നോക്കി പറയും, ആയിട്ടില്ല, അല്ലെങ്കിൽ ആയി, നന്നായിട്ടുണ്ട്, ഒഴിവായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ തീർക്കണതാச்சுം കുഴപ്പമില്ല. എന്നിട്ട് കൂട്ടൊഴിവ് നോക്കുക, എല്ലാ ബാധകളും വിട്ടുമാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സർപ്പദോഷങ്ങൾ, ആ തറവാട്ടിലത്തെ ദോഷങ്ങൾ, ആ മണ്ണിലുള്ള ദോഷങ്ങൾ, അപ്പോൾ ആ മണ്ണിലുള്ളതായ പുരുഷ പ്രേതദോഷങ്ങൾ ഒഴിഞ്ഞു പോട്ടെ എന്ന് പറയുന്നു. സ്ത്രീ പ്രേതദോഷങ്ങൾ, ആ മണ്ണിലുള്ളതായ പ്രേതദോഷങ്ങൾ, സ്ത്രീ പ്രേതദോഷങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പറയുന്നു. അതിനനുസരിച്ചുള്ളത് അങ്ങനെ പറയുമ്പോൾ കർമ്മി മന്ത്രങ്ങളൊക്കെ ഇതിൽ ആവാഹിക്കണം. അത് ആവാഹിച്ച് പ്രതിമയിലേക്ക് ആവാഹിച്ച് വെച്ച് കഴിഞ്ഞാൽ കർമ്മി നോക്കണം അതിലേക്ക് ആയിട്ടുണ്ടോ. ആ പ്രേത സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ ഗുളികൻ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി. ഇനി അത് കഴിഞ്ഞാൽ ഈ കുടുംബപരമായിട്ട് സാധാരണ ഇങ്ങനെ പ്രേതദോഷങ്ങളൊക്കെ ആവാഹിക്കുമ്പോൾ അച്ഛൻ, അച്ചാച്ചൻ, മുത്തച്ഛൻ, ആ തലമുറയിൽ നിന്നിട്ടുള്ളതായ പ്രേതാദികൾ അവരുടെ സഹോദരിമാർ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ളത്, പ്രത്യേകിച്ച് ദുർമരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളതിനൊക്കെ അവരൊക്കെ കർമ്മങ്ങൾ ചെയ്ത ഓരോ പ്രതിമകൾ സങ്കല്പിച്ച് ഓരോരുത്തർക്കും അവരാണ് നിശ്ചയിച്ച്
അതായത് പ്രേത ദുരിതങ്ങൾ മുഴുവൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവില്ല. അത് മറ്റുള്ളതായ കാരണങ്ങളെ കൊണ്ടോ ഈ ദുരിതങ്ങളെ കൊണ്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അത് ദൈവങ്ങൾക്കോ ഒക്കെ ദുരിതങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ ഇതിലേക്ക് വരാതിരിക്കുമ്പോൾ അവർക്ക് മോക്ഷമില്ലാതിരിക്കുമ്പോഴും അതിനോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അതിന് ദുരിതങ്ങളുണ്ടാകും. അപ്പോൾ കർമ്മങ്ങൾ ചെയ്തിട്ട് നിനക്ക് നല്ല കർമ്മങ്ങൾ വരും. അതുകൊണ്ടാണ് പ്രേത വേർപാടിന് പൈസ ചിലവാകും എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള കർമ്മങ്ങളുണ്ട്. 2-3 ദിവസം തിമർത്തടിച്ച് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും പ്രേതങ്ങൾ, ചിലപ്പോൾ 60, 64, 65, 70 പ്രേതങ്ങൾ, 80, 100 പ്രേതങ്ങളൊക്കെ അതിലും മീതെ വരാൻ ചിലപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അവരിനൊക്കെ കർമ്മം ചെയ്തിട്ട് ആവാഹിക്കണമെങ്കിൽ അതൊക്കെ ഓരോ പ്രേതാദികളും ഓരോ റേഞ്ചിൽ എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യൻ്റെ പോലെ തന്നെ, അല്ലെങ്കിൽ കൊലയാളി ആയിരിക്കാം, അല്ലെങ്കിൽ ഗുണ്ടയായിരിക്കാം, അല്ലെങ്കിൽ മാനസിക അല്ലെങ്കിൽ വൈബ്രേഷൻ ആയിട്ടുള്ള, അങ്ങനെ പല തരത്തിലുള്ള പ്രേതാത്മാക്കൾ അവർ മരിക്കുന്ന സമയത്ത് അവരുടേതായ ആ അവസ്ഥ എന്തായിരിക്കും. അതേപോലെ തന്നെ മരണപ്പെട്ടു പോയാലും അവർ ഗതി മോക്ഷം കിട്ടാതെ ആ ലൈനിൽ കൂടെ തന്നെ നടക്കുന്നതാവും. അത് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാക്കുക. ആ ലൈനിൽ ചിന്തിക്കുമ്പോഴാണ് അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുക. അല്ലാതെ വേറെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ അറിവുള്ള ആളായിരിക്കണം. അജ്ഞത ഉള്ള ആളാശയിൽ കളിയാക്കുള്ളൂ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ അത്രയും പ്രേതാത്മാക്കളെ നമ്മൾ അതിലേക്ക് സാന്നിധ്യമാക്കണം. കർമ്മങ്ങളെ ഞാൻ പറഞ്ഞു 2-3 ദിവസം അത്രയധികം കർമ്മങ്ങൾ ചെയ്ത് ഗണപതി ഹോമം, മൃത്യുഞ്ജയം, ഭഗവത് സേവ തൊട്ട് ഇതേപോലെ തന്നെ തൃഷ്ടുപ്പ് അല്ലെങ്കിൽ അഘോര, സുദർശനം അല്ലെങ്കിൽ വൃത്യങ്കര, അതേപോലെ തന്നെ ഭഗവത് സേവ, അങ്ങനെയുള്ള കർമ്മങ്ങൾ, സായുജ്യം, അങ്ങനെ അവസാനം വരെ ഉള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രേതാദികളൊക്കെ നമ്മൾ പിടിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചാൽ വെളിപ്പുറത്തേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ വായിച്ചോ ഇല്ല എന്നുള്ളത് നോക്കണം. ആ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് നല്ല നോട്ടക്കാരനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിലൊഴിവുണ്ട് ഇതിലൊഴിവുണ്ട്, ശരിയായി ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വരില്ല. പൂർണ്ണമായിട്ട് വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ചില ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന ചില പ്രേതാത്മാക്കളെ ചില കർമ്മികളായാലും ശരി 2-3 തവണ ആവാഹിച്ചാലൊക്കെയോ, 2-3 തവണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്തു, അത് ചിലപ്പോൾ 1-2 തവണ ആവാഹിച്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ 3ാമത്തെ ശരിയായിരിക്കുക. കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും പ്രേതദുരിതങ്ങൾ കാണാം. ചിലപ്പോൾ ഇദ്ദേഹം തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല, അത് അദ്ദേഹത്തിൻ്റെ സമയമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ മൂർത്തികളായിട്ടുള്ള ബന്ധം വിടാനായിട്ടുള്ള പൈശാചികരുള്ള അവസ്ഥയിൽ നിന്ന് വിടാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞത് അത് വലിയ വലിയ കളികളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നടക്കും. അതിനോടത്ത് ചെറിയ കർമ്മങ്ങൾ, ചെറിയ കർമ്മികൾ, കർമ്മ അധികാരയാത്ത ആളുകൾ ആണ് ഇതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ അവസ്ഥ ഭയങ്കരമായിരിക്കും. ഓരോ വ്യക്തിക്കും ഇതേപോലെ തന്നെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എന്ത് വരും ഗുരുനാഥ, അല്ലെങ്കിൽ എന്ത് വരും സ്വാമിയെ, തിരുമേനി എന്ത് വരും, ഇതിനൊക്കെ ഒരു 20,000 റുപ്യ വരും, 25,000 റുപ്യ വരും. സാധനങ്ങളൊക്കെ മേടിക്കണം, അതുണ്ട് പിന്നെ അത് മേടിക്കണം. അതിപ്പോൾ ഒരു തിരുമേനി അല്ലാന്ന് വിചാരിക്കുക, സാധാരണ മറ്റുള്ളൊരു അങ്ങനത്തെ ഒരു കർമ്മയാണെന്ന് പറയും. അതിന് കോഴി വേണം, അത് വേണം, ഇത് വേണം, കല്ല് വേണം, മറ്റുള്ള സംഗതികൾ ഒരുക്കുമ്പോഴൊക്കെ ധാരാളം വേണം. അപ്പോൾ അതുകൊണ്ട് 5 വേണം, 10 വേണം, 15 വേണം ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റില്ല വെച്ചെങ്കിൽ അവർ വിട്ടുകളയും, ശരിയാവില്ല, കാശില്ല എന്ന് പറയും. അല്ല ഒരുവിധം അത് ഉള്ള ആളുകളാണെങ്കിൽ എന്തായാലും തീർത്തേ പറ്റുള്ളൂ എന്നുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ അവൻ്റെ മുണ്ടും പെട്ടിയിൽ വെച്ചിട്ടുള്ള പൈസയാവില്ല. ആരെങ്കിലും ഗോൾഡ് വെച്ചിട്ട് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൈനാൻസിൽ നിന്നൊക്കെ, മൈക്രോ ഫൈനാൻസിൽ നിന്നൊക്കെ എടുത്തിട്ട് ആണ് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ ഇതിന് സീരിയസ് അല്ലാതെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോക്കി ശരി, അപ്പോൾ അവൻ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്തു, ഇതേപോലെ സുദർശനാവില്ല, വേറെ ആവില്ല, ചിലപ്പോൾ അതായിരിക്കാം. ഒരു 10 മിനിറ്റ് വരെ 15 മിനിറ്റ് വരെയോ അവൻ വലിയ കളൊക്കെ വരച്ച്, അല്ലെങ്കിൽ ആളുടെ രൂപം വരച്ച്, മഹാവിഷ്ണുവിനെ വരച്ച്, അല്ലെങ്കിൽ കാളീനെ വരച്ച്, അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് ശരി ഒക്കെ ഒഴിഞ്ഞിട്ട് പൊക്കോളോ, എല്ലാം ശരിയായിക്കോളൂട്ടാന്ന് പറയും. കുറച്ച് അരി നെല്ല് എടുത്തിട്ട് ചിലപ്പോൾ 10 മിനിറ്റ് വരാം, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞിട്ട് 101 തവണ ഒഴിഞ്ഞിട്ട് ആ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോ, എല്ലാം ശരിയായിട്ടുണ്ട്, ജാലസം കെട്ടിക്കോ, ശരിയായിക്കോളൂട്ടാന്ന് പറയും. അവൻ്റെ ഈ അരുത്തിക്ക് വന്നിട്ടുണ്ടാവില്ല, ഇതിൻ്റെ അരുത്തിക്ക് പോലും വന്നിട്ടുണ്ടാവില്ല അവൻ്റെ ബാധാമൂർത്തികൾ. അപ്പോൾ അതിനെ അവരെ ഇരുത്തിയിട്ട് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആവാഹിക്കണം. അപ്പോൾ അതിൽ തടസ്സങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഉചിതമായിട്ടുള്ള വഴിപാടുകൾ നേരുക, വിളക്കുമാല പായസം. അതേപോലെ തന്നെ ശിവങ്കലിക്ക് പിൻവിളക്ക് ധാര പുഷ്പാഞ്ജലി, അവിടെ തന്നെ ബ്രഹ്മരക്ഷസിന് പത്മമിട്ട് പായസം കഴിക്കുക. തട്ടകത്തമ്മയ്ക്ക് അതേപോലെ തന്നെ വിളക്കുമാല പായസം.
അതേപോലെ തന്നെ ഇപ്പം മുസ്ലിം സഹോദരങ്ങളൊക്കെ ആണ് വെച്ചെങ്കിൽ പുത്തമ്പള്ളിക്കോ അല്ലെങ്കിൽ അതേപോലെ ജാറത്തിലേക്കൊക്കെ വേണ്ടുന്ന വഴിപാടുകൾ കാളിയാറോടോ അല്ലെങ്കിൽ ഉള്ള വഴിപാടുകളൊക്കെ നേരുക, അല്ലെങ്കിൽ ജാറം മൂടി ജാസീൻ ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിലുപരി മുടങ്ങിയിട്ടുള്ള വഴിപാടിനെങ്കിൽ തീർക്കുക. അപ്പം ഈ പറഞ്ഞു വന്നത് അലസമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാധാദോഷങ്ങൾ വിട്ടുമാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം മുന്നുണ്ടായിരുന്ന ആ വ്യക്തി വന്ന് നോക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തു, കൃത്യമായിട്ടത് മാറി. അത് വന്ന് ഇരിക്കാനായിട്ട് പറ്റിയിട്ടില്ല അവർക്ക്. കിടുപ്പന്നെ ഉറങ്ങിയിട്ടും ദിവസങ്ങളായി. വെച്ചും വേഗം വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടില്ല, ആൾക്ക് എണിക്കാനും വയ്യ. എങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്ത് ആവാഹിക്കുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹം എണീറ്റിരുന്നു. ഇനി നമുക്ക് പോവാം വീട്ടിലേക്കേ, ആൾ ഓടി പോവാ. വരുമ്പോൾ താങ്ങിയിട്ടും പിടിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ടൊക്കെ അത്രയും ഇതായിരുന്നു. അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കാണുന്ന കൊണ്ടുവന്ന ആളുകൾക്ക് അതിലേറെ സന്തോഷമാണ്. നമ്മളതിലേറെ സന്തോഷമാണ് നമ്മുടെ ഗുരുക്കന്മാരോടും ധർമ്മദൈവോടും നമ്മൾ കൈയെടുത്ത് പറയണത്. കാരണം നമ്മുടെല്ല കഴിവ്. എൻ്റെ അഹങ്കാരം വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛനോ മുത്തച്ഛനോ ഗുരുമുത്തച്ഛന്മാരോ മന്ത്രമൂർത്തികളോ സമ്പ്രദായത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ എന്നെ രക്ഷിച്ചു വിട്ടാ എൻ്റെ കഴിവല്ല, നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇതാണ് ഏത് കർമ്മം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, മൂർത്തിയും കാട്ടിയും വലിയ ആളാണ് ഞാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കർമ്മങ്ങളൊന്നും ചെയ്താലും ഫലിക്കില്ല. അപ്പോൾ ഈ അറിവ് എന്നെപ്പോലെ ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല. ചിലപ്പോൾ ഇതേപോലെ കർമ്മം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കയറി വരുന്ന ആളുകളുണ്ടെന്ന് വെച്ചാൽ അവരും മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള ബാധകൾ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഹോമങ്ങളൊന്നും ചെയ്യാനായിട്ട് അറിയില്ല എന്ന് വിചാരിക്കാം. വിഷ്ണുമായിക്കോ ഭദ്രകാളിക്കോ 16ലോ 64ലോ കളട്ടിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിലും ശരി, ആ മന്ത്രം ഭദ്രകാളിയുടെ മന്ത്രം ഒരു 3008 തവണെങ്കിലും ജപിച്ച് അരുന്നെല്ലൊക്കെ ജപിച്ചിടുക, അല്ലെങ്കിൽ കലക്കിയിട്ട് ഗുരുതിയിലേക്ക് ഇടുക. അങ്ങനൊരു പരിധിയായി കഴിഞ്ഞാൽ ആ മൂർത്തികൾക്ക് ഇവിടെ സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് അതിന് നോക്കിയിട്ട് വേണം ആവാഹിക്കാനായിട്ട്. എന്നിട്ട് അതിൽ കൂടി ആവാഹിച്ച് മാറ്റുക. എല്ലാവരും ആയിട്ടുണ്ടെന്ന് ഉറപ്പാവുക. പ്രേത ദുരിതം വെച്ചാൽ ആ പ്രതിമയിലേക്ക് ആവാഹിക്കുക, മറ്റുള്ളതായ മൂർത്തികളുടെ നാണയത്തിലേക്കോ മറ്റോ ആവാഹിക്കുക, അതിനെ ബന്ധിക്കുക, നിവേദ്യങ്ങൾ സമർപ്പിക്കുക, ഉദ്ദേശിക്കുക. അപ്പോൾ ഇത്രയും അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.